പ്രിയമുള്ളവരെ, ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട്. ഇന്ന് ലോക മണ്ണുദിനം. ഒരു കഥ കേൾക്കൂ. ചവിട്ടി നിന്ന മണ്ണ്. അമ്മു, നമ്മൾ പുതിയ വീട് പണിയാൻ പോവുകയാണ്. അപ്പു ആവേശത്തോടെ പറഞ്ഞു. എവിടെയാ പറയണേ നമ്മൾ വീട് പണിയണേ? അമ്മുവിന് അത്ഭുതമായി. കിഴക്കേ ഞാൽക്കണ്ടത്തിൽ. ഏത്? ഞാറ് നടുന്ന കണ്ടത്തിലോ? അത് നികത്താൻ പോവുകയാണോ? അമ്മു കണ്ണു മിഴിച്ചുകൊണ്ട് ചോദിച്ചു. ചൊറു ലഭിക്കുവാനായി നമ്മൾ ഞാറു വളർത്തുന്ന കണ്ടമല്ലേ? പാടം നികത്തി പണിഞ്ഞിടുന്ന വീടാണോ കഷ്ടം? കഷ്ടം തന്നെ. അല്ലെങ്കിൽ പിന്നെ ആ കുന്ന് ഇടിച്ച് നിരത്തി അവിടെ വേണം പണിയാൻ. അതിലും ഭേദമല്ലേ? അമ്മ ചോദിച്ചു. എങ്കിൽ അതാ ഭേദം. അവിടെ കൃഷിയൊന്നുമില്ലല്ലോ. അപ്പു ചാടിപ്പറഞ്ഞു. അയ്യോ, അത് മരുന്നുമലയാണ് മോനെ. അവിടെ വിളയാത്ത ഔഷധ സസ്യങ്ങളില്ല. നാട്ടിലൊരിടത്തും കിട്ടാത്ത വിലപിടിപ്പുള്ള മരുന്നുകളും പലതരം ചെടികളും നിറഞ്ഞ ജൈവ കേന്ദ്രമാണത്. നട്ടുവളർത്തി നനച്ചുണ്ടാക്കുന്നതിൻ്റെ 4 ഇരട്ടി വിളവ് അവിടെ തന്നെത്താനുണ്ടാവും. അത്രയ്ക്ക് നല്ല മണ്ണാണ്. മുത്തശ്ശന് തൊണ്ടയിടറി. കുന്നു നിരത്തി ആ മണ്ണുകൊണ്ട് പാടവും നികത്താം. അപ്പോൾ മൊത്തം വലിയ പ്ലോട്ടുകൾ കിട്ടും. അത് കൊടുത്തു കിട്ടുന്ന പണം കൊണ്ട് ഗംഭീര വീട് പണിയാം. പണത്തിനായി വേറെ വഴി തേടണ്ട. കുഞ്ഞുങ്ങളുടെ അമ്മാവനാണ് മറുപടി നൽകിയത്. അദ്ദേഹം നല്ലൊരു കോൺട്രാക്ടറാണ്. അത്യാവശ്യം പ്ലാനുകളും പദ്ധതികളും തയ്യാറാക്കാനും കഴിവുണ്ട്. രാജേഷേ, നീ പറയുന്നത് പോലെ നടത്തുന്നത് ശരിയല്ല എന്നാണ് എൻ്റെ പക്ഷം. കുന്നും കുളവും പാടവും പറമ്പും ഒരേ നിരപ്പാക്കുക അല്ലേ? എല്ലാം നിരപ്പാക്കിയാണ് നിങ്ങൾക്ക് ശീലമെന്ന് തോന്നുന്നു. അതല്ല, ഞാൻ നല്ലൊരു പദ്ധതി പറഞ്ഞെന്ന് മാത്രം. അവൻ പറഞ്ഞത് നല്ല കാര്യമല്ലേ അച്ഛാ? അമ്മ മുത്തശ്ശനെ തിരുത്തി. അവന് നല്ലതായി തോന്നുന്നുണ്ടാവും. എനിക്കതത്ര നന്നായി തോന്നിയില്ല. അതല്ലേ രാഗിണി വിളിച്ചിട്ട് ഞാൻ പോവാത്തത്. മണ്ണ് തൊടാത്ത ഫ്ലാറ്റിൽ കഴിഞ്ഞാൽ ശ്വാസം മുട്ടി മരിച്ചു പോകും. അത് ശരിയാ. ഞാൻ പോയി നിന്നത് എങ്ങനെയാണെന്ന് എനിക്കും ഈശ്വരനും മാത്രമേ അറിയൂ. മുത്തശ്ശി ആവേശം പൂണ്ടു. എന്താ ഇവിടെ ഒരു ഗൂഢാലോചന? ഞാനറിയാതെ. അപ്പോഴേക്കും അച്ഛൻ ഓഫീസ് വിട്ടു വന്നു. അല്ല ചേട്ടാ, പ്ലോട്ട് തിരിച്ച് വീട് പണിയുന്ന കാര്യം പറയുകയായിരുന്നു. രാജേഷ് അളിയനോട് പറഞ്ഞു. തൽക്കാലം അതൊന്നും വേണ്ട. കുറച്ച് ദിവസം നമുക്ക് ഒരു വാടക വീട്ടിൽ മാറി താമസിക്കേണ്ടി വരുന്നു മാത്രം. ഈ വീട് പൂർണ്ണമായിട്ടും പൊളിച്ചു പണിയാം. അതേ പറ്റുകയുള്ളൂ. പൊളിക്കുമ്പോഴും അതിൽ നിന്ന് എടുക്കാവുന്നതെല്ലാം നമുക്ക് എടുക്കണം. അതിലെ നന്മകളൊന്നും കളയാതെ പുതിയ വീട്ടിൽ ഉപയോഗിക്കണം. അങ്ങനെയാണെങ്കിൽ നീ ആലോചിച്ചോ. അല്ലെങ്കിൽ ഞാൻ വേറെ ആളെ നോക്കിക്കോളാം. അച്ഛൻ്റെ വാക്കുകളിൽ ഗൃഹാതുരത്വവും നന്മയും നിറഞ്ഞിരുന്നു. ചേട്ടൻ അതാണ് ഇഷ്ടമെങ്കിൽ നമുക്കങ്ങനെ നോക്കാം. ഞാനൊന്നും പറയണില്ല. അമ്മ ചവിട്ടി കുതിച്ചകത്തേക്ക് പോയി. കളിച്ചു വളർന്ന ചവിട്ടി നിന്ന മണ്ണ് നശിപ്പിക്കാൻ എനിക്ക് വയ്യ. ഞാനേ ഈ കർഷകൻ്റെ മോനാ. ചേറിൽ വിളഞ്ഞ ചോറുണ്ട് വളർന്നവനാ. എനിക്കിങ്ങനെയൊക്കെ പറ്റുള്ളൂ. മോനെ എന്ന് നീട്ടി വിളിച്ചുകൊണ്ട് മുത്തശ്ശൻ അച്ഛൻ്റെ തോളിൽ കൈയിട്ടു. തലോടി. നെറുകയിലൂടെ വിരലോടിച്ചു. മുത്തശ്ശിയും തേങ്ങുകയായിരുന്നു. അച്ഛൻ്റെ തീരുമാനം കേട്ട് കുഞ്ഞുങ്ങൾ ആവേശത്തോടെ തുള്ളിച്ചാടി.